ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മലയിൽ സെഹിയോൻ ഹിൽസിൽ ഏകദിനമായിരുന്നു. ധാരാളം ആൾക്കാർ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നു. നാളെ ഞായറാഴ്ച വൈദ്യരുടെ ധ്യാനം ആരംഭിക്കുകയാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് നൽകാനായി എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ച വചനം 1 സാമുവേൽ 12:23 വചനം ഇതാണ്: നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ എനിക്കിടവരാതിരിക്കട്ടെ. ഒന്നും മനസ്സിലായില്ലല്ലോ? അത് വെച്ചാൽ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുള്ളൂ. കേൾക്കണേ. നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ എനിക്കിടവരാതിരിക്കട്ടെ. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ്? സാമുവേൽ തൻ്റെ മിനിസ്ട്രി സർവീസുകളിൽ ആരംഭിച്ചിട്ട് സാമുവേൽ റിട്ടയർ ചെയ്ത് അങ്ങനെ പോവുകയാണ്. ആ സാഹചര്യത്തിൽ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നില്ലെങ്കിൽ അതെനിക്ക് പാപമാണെന്ന് സാമുവേൽ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ വചനം കേട്ട് ഞാൻ ഷോക്കായിപ്പോയി. നമ്മൾ എത്രയോ മനുഷ്യർ നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എത്രയോ മനുഷ്യർ നമ്മൾ പ്രാർത്ഥിച്ചോളാം, ഉറപ്പാണ് ഞാൻ പ്രാർത്ഥിച്ചോളാം കേട്ടോ എന്ന് എത്രയോ മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ വാസ്തവത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ എത്ര പേരെ മാമോസ് മുക്കിയിട്ടുണ്ടോ? ഞാൻ എത്ര പേരെ കല്യാണം ആശീർവദിച്ചിട്ടുണ്ടോ? ഞാൻ എത്ര ഇടവകളിൽ ഇരുന്നിട്ടുണ്ടോ? എത്ര സ്ഥലത്ത് ധ്യാനം പ്രീച്ച് ചെയ്തിട്ടുണ്ടോ? എത്ര പേരുടെ കുമ്പസാരം കേട്ടിട്ടുണ്ടോ? അവർക്കെല്ലാം പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ജ്ഞാനസ്നാന മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലതൊട്ടപ്പനും ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അത് പ്രാർത്ഥിക്കുന്നതിന് പാപമാണത്. അതാണ് നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ പാപം ചെയ്യാൻ കർത്താവ് നമുക്ക് ഇടവരുത്താതിരിക്കട്ടെ എന്ന വചനത്തിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ ചോദിക്കുന്ന എല്ലാ മനുഷ്യർക്കും പ്രാർത്ഥിക്കാം, അല്ലേ? ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മൾ. ആ കൃപ നിങ്ങളിലുണ്ട്. ജ്വലിക്കട്ടെ, ആശീർവദിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.